ഹായ്, എൻ്റെ പേര് ജിക്സി ജോർജ്. മാക്കയ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് പോളിക്ലിനിക് തൃശ്ശൂരിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് മുട്ടുവേദനയെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് മുട്ടുവേദനയായിട്ട് വരാറുണ്ട്. അത് ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലൊരു 50% ആളുകളും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് മുട്ടുവേദന. മുട്ട് വേദന എടുക്കണു, കുറച്ച് നടക്കുമ്പോഴേക്കും മുട്ടിൽ വേദന, സ്റ്റെപ്പ് കയറാൻ പറ്റണില്ല, മുട്ടിൽ നിന്ന് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നു. ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് ആയിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വേദനയൊക്കെ അനുഭവപ്പെടുന്നത്? അതായത് ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരും. അതായത് ബോൺസിൽ ഡീജനറേഷൻ സംഭവിച്ചിട്ട് വരും. പിന്നെ വരുന്നത് നമ്മുടെ ബോഡി വെയ്റ്റ്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൂടുമ്പോൾ നമ്മുടെ കാലുകൾക്ക് അതിനെ താങ്ങി നിർത്താനുള്ള ശക്തി ഇല്ലാണ്ട് വരും. അപ്പോൾ ആ കാലിലുള്ള മസിൽസിന് സ്ട്രെങ്ത് ഇല്ലാണ്ട് വരും. അപ്പോൾ എല്ലാവരോടും ചോദിക്കും, എക്സസൈസ് നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ നടക്കാറുണ്ടെന്നാണ് പറയാം. നടക്കുക എന്ന് പറയുന്നത് ഒരു എക്സസൈസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. ഈ കാലുകളുടെ മസിലിന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അതിന് പ്രോപ്പറായിട്ട് ഓരോ മസിൽസിനെയും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് എടുത്ത് അതിന് സ്ട്രെങ്തനിങ് ചെയ്യണം. അല്ലാതെ നടക്കുക എന്നുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് കാലിന് സ്ട്രെങ്ത് വരുന്നു എന്നുള്ളത് അതൊരു മണ്ടത്തരാണ്. നടക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് സ്ട്രെങ്തനിങ് എക്സസൈസ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഇത്തരത്തിൽ വേദന അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം പെയിൻ കുറയ്ക്കും. എക്സസൈസുകൾ വേദനയുള്ള സമയത്ത് നമ്മൾ എക്സസൈസുകൾ സജസ്റ്റ് ചെയ്യാറില്ല. പെയിൻ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എക്സസൈസ് സജസ്റ്റ് ചെയ്യാറ്. എക്സസൈസ് പെയിൻ മൊഡാലിറ്റീസ് യൂസ് ചെയ്തിട്ട് പെയിൻ കുറയ്ക്കും. അതിനുശേഷം മസിലിൽ ടൈറ്റ്നസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റിലീസ് ചെയ്യും. പിന്നെ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ആഡ് ചെയ്യും. അത് ടൈറ്റ്നസ് ഉള്ള മസിൽസിന് സ്ട്രെച്ചിങ് എക്സസൈസുകളും പിന്നെ കാലിന് സ്ട്രെങ്ത് കൂട്ടാനായിട്ടുള്ള എക്സസൈസുകളും ആഡ് ചെയ്യും. ബോഡി വെയ്റ്റ് ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ ബോഡിയുടെ വെയ്റ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ സ്റ്റെപ്പ് കയറുക, അതുപോലെ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുക, പിന്നെ ചമ്മണം മടിഞ്ഞിരിക്കുക, ഇതൊക്കെ ഈ മുട്ടിലേക്ക് വരുന്ന ലോഡ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇങ്ങനെ ONE ഉള്ള പേഷ്യൻസ് ഈ മൂവ്മെൻറ്റ്സൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ മുട്ടിലേക്കുള്ള ലോഡ് കുറയും. അതായത് നമ്മളിപ്പോൾ നടക്കുമ്പോഴും നടക്കുന്ന വെയിറ്റ് ആവില്ല നമ്മുടെ മുട്ടിലേക്ക് അനുഭവപ്പെടുക സ്റ്റെപ്പ് കയറുമ്പോൾ. അതുപോലെ നമ്മൾ ഓടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓടുക, സ്റ്റെപ്പ് കയറുക അല്ലെങ്കിൽ ചാടുക, ഈ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഇരട്ടി ഭാരമാണ് നമ്മുടെ മുട്ടിലേക്ക് അനുഭവപ്പെടുന്നത്. അതിനാലാണ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ കൂടുന്നത്. അപ്പോൾ മുട്ടുവേദന ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സൊക്കെ കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യുക. അതുപോലെ സ്ട്രെങ്തനിങ് ചെയ്യുക, മസിൽസിന് പ്രോപ്പറായിട്ട് സ്ട്രെങ്തനിങ് ചെയ്യുക. അത് നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അഡ്വൈസ് എടുത്തിട്ട് പ്രോപ്പറായിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസുകൾ പഠിച്ച് അത് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്തു പോവാം. അപ്പോൾ മസിൽസൊക്കെ സ്ട്രെങ്ത് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ പെയിൻ കുറയുകയും ചെയ്യും. പിന്നെ മുട്ടുവേദനയ്ക്കുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ആർച്ചില്ലാത്തതാണ്. നമ്മുടെ പാദത്തിൽ ഈ മീഡിയൽ സൈഡിൽ ഒരു ആർച്ച് ഉണ്ട്. പലർക്കും ആ ആർച്ച് ഇല്ല, ഫ്ലാറ്റ് ഫുട്ടാണ്. നമ്മൾ പണ്ടൊക്കെ പാടത്തും പറമ്പിലൊക്കെ നടന്ന് നമ്മുടെ ആർച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും വെർട്ടിഫൈഡ് ടൈലുകളൊക്കെ യൂസ് ചെയ്യണു, ഷൂസ് ചെരുപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ആർച്ച് കുറയാനുള്ള കാരണം. അപ്പം നമുക്ക് ഈ മീഡിയൽ ആർച്ച് സപ്പോർട്ട് യൂസ് ചെയ്തിട്ട് ആർച്ച് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ മീഡിയൽ ആർച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ എക്സസൈസുകളുണ്ട്. അത് ചെയ്തിട്ടും നമുക്ക് ആർച്ച് ഡെവലപ്പ് ചെയ്യാം. ഈ ആർച്ച് കൊലാപ്സായി പോകുന്നതും മുട്ടുവേദനയ്ക്കുള്ളൊരു കാരണമാണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വല്ലാതെ മുട്ടുവേദന വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആർച്ച് ഉണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ച്, ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിനെന്താ വേണ്ടതെന്ന് ഫിസിയോനെ കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള റെമഡി എടുക്കാവുന്നതാണ്. താങ്ക് യു.